അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ വീടായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്. ഇപ്പോൾ പലരും നമ്മോട് ചോദിക്കും, നമുക്കിപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുമോ, ഇവിടെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും, വീട്ടിൽ കൂട്ടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. അപ്പോൾ അതവിടെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വീട് എടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണം. നമ്മൾ വീട് ഇപ്പം 1 വർഷമൊക്കെ ആവും ചിലപ്പം പണി തുടങ്ങിയിട്ട്. അപ്പോൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നും ഇതും കൂടി ആഡ് ചെയ്തിട്ട് വീടൊന്ന് ഉഷാറാക്കാം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും യൂട്യൂബൊക്കെ തപ്പും. അപ്പോൾ നമ്മൾ വീഡിയോസ് കാണും. അപ്പോൾ അവർ നമ്മോട് ചോദിക്കും, ഞാൻ ഇന്ന സാധനം ഇന്ന സ്ഥലത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ ഇന്ന കാര്യം ഇന്ന സ്ഥലത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പലരോടും പറയുന്നതാണ്, അപ്പോൾ അത് നിങ്ങൾ ഒരാളെ കാണിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്കാണെങ്കിൽ ആ സ്ഥലം കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഏത് വീടായാലും ശരി ഒരു സ്ഥാനം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സ്ഥാനം നോക്കി ചെയ്തിട്ടില്ലെങ്കിലും അതിനൊരു സ്ഥാനം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ നമ്മൾ വീടിൻ്റെ ദിശ പരിഗണിച്ചിട്ട് സ്ഥാനത്തിനനുസരിച്ച് എങ്ങനെയാണ് ആ കാര്യങ്ങൾ വന്നിട്ടുള്ളതെന്നാണ് പ്രധാനം. അതായത് ഇപ്പോൾ നമ്മൾ പടിഞ്ഞാറ് മുഖമാക്കി ചെയ്തൊരു വീടാണെങ്കിൽ, അപ്പോൾ പടിഞ്ഞാറ് മുഖമായതുകൊണ്ട് തന്നെ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ബാക്കി പരിഗണിക്കേണ്ടത്, അതിനനുസരിച്ചിട്ടായിരിക്കും അത് പരിഗണിച്ചിട്ടുണ്ടാവുക. അതേപോലെ ക്രോസ് വെന്റിലേഷൻ പരിഗണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പരിഗണിച്ച് അല്ലെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്ത ഒരു സ്ഥാനം ഉണ്ടാവും. അപ്പോൾ ആ സ്ഥാനത്തിന് കറക്റ്റായിട്ട് ആണ് നമ്മൾ അടുത്ത ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾ കൂട്ടിയെടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിലോ ഒക്കെ വരേണ്ടത്. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ വീടിൻ്റെ ആ സ്ഥാനം കറക്റ്റ് ആവില്ല, ആ സ്ഥാനം തെറ്റിപ്പോകും. ഇപ്പോൾ ചില നമ്മൾ കൂട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് താഴ്ത്തിയിട്ട് എടുക്കേണ്ടി വരും, സാക്ഷാലിൽ കൂട്ടാതൊക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്കത് ഒരു സാക്ഷാലിൽ കൂട്ടിയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഏറ്റവും നല്ലത് നമ്മളിപ്പോൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ വീടിൻ്റെ സ്ഥാനം അറിയുന്നില്ല, അപ്പോൾ നമ്മൾക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ഫോൺ ചെയ്തൊക്കെ ചോദിക്കുന്നതിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ആ വീടിൻ്റെ സ്ഥാനം ശരിക്കും അറിയില്ല. അപ്പോൾ നമ്മൾ സ്ഥാനം അറിയാതെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് കറക്റ്റ് ആവില്ല. കാരണം നമ്മൾക്ക് അറിയുന്ന ആളായതുകൊണ്ട്, നമ്മളിത് ഫോളോ ചെയ്യുന്ന ആളായതുകൊണ്ട് നമുക്കത് കൺഫ്യൂഷൻ ആയിരിക്കും. നമ്മൾ പറഞ്ഞു കൊടുത്ത ആ സ്ഥാനം കറക്റ്റാണോ അല്ല എന്നുള്ള കൺഫ്യൂഷൻ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നിങ്ങളൊരു വീട്ടിൽ ഒരു കാര്യം ചെയ്യുമ്പം അത് കറക്റ്റ് അല്ലെങ്കിൽ പിന്നീട് അത് കറക്റ്റ് അല്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങളിപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരാളെ കാണിച്ചിട്ട് അത് ഓക്കെ ആണോ, ബാക്കി കാര്യങ്ങളൊക്കെ സ്ഥാനത്തിന് പ്രകാരം ഓക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിന് നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു 5-6 വർഷം മുമ്പ് നമ്മൾ ചെയ്തൊരു വീടാണ്. അപ്പോൾ അവരിപ്പോൾ ഞാൻ അവിടെ ലാസ്റ്റ് പോയിട്ടൊരു 4 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അവർക്ക് ലാസ്റ്റ് ഒരു സാധനം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വിറക് വരെ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഒരു 3-4 മാസം മുമ്പ് അവർ നാട്ടിൽ വന്നപ്പോൾ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു 5-6 മാസമായിട്ട് അവിടുത്തെ അവരുടെ ഭാര്യയ്ക്ക് ഗ്രഹനാഥക്ക് ഭയങ്കരമായിട്ട് പൈശാചിക പ്രശ്നങ്ങളും ഭയങ്കരമായിട്ട് അസ്വസ്ഥതകളുണ്ടാകുന്നു. അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് വീട് കണ്ടാലോ. അപ്പോൾ അങ്ങനെ ഞാൻ പോയി വീട് കണ്ടപ്പം ഒരു ഭാഗത്തൊരു കിച്ചൺ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ അഡീഷണൽ കിച്ചൺ എടുത്തത്? അപ്പോൾ അവർ പറഞ്ഞു, എന്നോട് ചോദിച്ചിട്ട് തന്നെയാണ് എടുത്തത്. ശരിയാണ്, എന്നോട് ചോദിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ 4 വർഷം മുമ്പ് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കിച്ചണല്ല എന്നോട് ചോദിച്ചിട്ടുള്ളത്, അവർക്കൊരു വിറക് വര ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവരോട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിറക് വര ഉണ്ടാക്കുമ്പം അവിടെ കേൾക്കാൽ മാത്രം കെട്ടാനേ പാടുള്ളൂ, സൈഡിൽ ചുമര് പാടില്ല, അത് ഗ്രിൽസ് വെച്ചിട്ട് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ഒരു ഗ്രില്ല് വെച്ച് ഒരു വിറക് വര തന്നെയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. 2 വർഷം മുമ്പ് അവർ നാട്ടിൽ വന്നപ്പോൾ അവർക്ക് നാട്ടിൽ വരുമ്പോൾ ഓരോന്നിങ്ങനെ കൂട്ടിയെടുക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അവരെന്താക്കി, ആ വിറക് വര കിച്ചണാക്കിയിട്ട് മാറ്റി. അപ്പോൾ കിച്ചണാക്കി മാറ്റിയതിൻ്റെ ശേഷമാണ് ഇവർക്ക് അതിൽ അടുപ്പൊക്കെ വന്നതിൻ്റെ ശേഷമാണ് ഇവർക്ക് അസ്വസ്ഥത ഉണ്ടായത്. അങ്ങനെ നമ്മൾ ഓൾറെഡി വിറക് വരെ ചെയ്ത സ്ഥലത്ത് നമ്മൾ പിന്നീട് അത് കിച്ചണാക്കി മാറ്റുമ്പോൾ പോലും നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ പിന്നെ നമ്മളൊരു സാധനം കൂട്ടിയെടുക്കുമ്പോൾ, ഒരു കാര്യം നമ്മൾ വീട്ടിലേക്ക് ആഡ് ചെയ്ത് എടുക്കുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ സ്ഥാനം പരിഗണിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്തായാലും വീടിനൊരു സ്ഥാനം ഇപ്പോൾ നമ്മൾ നോക്കി ചെയ്തില്ലെങ്കിലും അതിനൊരു സ്ഥാനം, ഒരു ദിശ ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പം ഇനി തെറ്റായാലും ശരിയായാലും അതിനൊന്നുണ്ടാവും. അപ്പോൾ അത് ഓക്കെ ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ശരിയായ സ്ഥാനത്താണെങ്കിൽ അത് നമ്മൾ കൂട്ടിയെടുക്കുന്ന കാര്യം കൊണ്ട് ആ സ്ഥാനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ, അല്ലെങ്കിൽ അത് കൂട്ടിയെടുക്കുമ്പോൾ അങ്ങോട്ട് പറ്റൂലേ, ഇനി എന്തെങ്കിലും പൈശാചിക പ്രശ്നങ്ങളുള്ള പറമ്പാണോ, നെഗറ്റീവ് എനർജികളൊക്കെ ഉള്ള സ്ഥലമാണോ, ഇപ്പോൾ നമ്മൾ ക്രോസ് വെന്റിലേഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആവാതിരിക്കുമോ, അത് നഷ്ടപ്പെടുമോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ നോക്കാനുണ്ട്. അപ്പോൾ എപ്പോഴും
നോക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പലരും വീട് എടുക്കുന്ന, വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിച്ച് വീടില്ലാതെ വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, വീട് നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, പണി പൂർത്തിയാവാൻ ബുദ്ധിമുട്ടി ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കട്ടെ. അതേപോലെ തന്നെ താമസിക്കുന്ന വീടുകളിൽ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്, അവർക്കും നമ്മളെ വീടുകളിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ ഉണ്ടാവും, അതൊക്കെ പഠിച്ചോ നമുക്ക് ഇല്ലാതാക്കി തരട്ടെ. കാര്യങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലെ പ്രശ്നങ്ങളിലേക്ക് അള്ളാഹു ഒതുക്കി തരട്ടെ. ആമീൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.